ലോക പോലീസാകുന്ന അമേരിക്ക ഇതാ കത്തിച്ചാമ്പലാവുകയാണ്. ട്രംപ് കരച്ചിലോടെ കരച്ചിലാണ്. അല്ലല്ലോ, പറയണ്ടായിരുന്നു, വായിൽ നിന്നൊരു അബദ്ധം വീണ് പോയി റബ്ബേ. ട്രംപ് ഇതാ ഓടി നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അമേരിക്കയിലുള്ള സർവ്വ ഫയർഫോഴ്സുകൾ വന്ന് അണച്ചിട്ടും തീ അണയുന്നില്ല. 30,000 ഏക്കർ കത്തിപ്പോയി മക്കള്. അല്ലാ, ഇംഗ്ലീഷ് സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന നടികളുടെയും നടന്മാരുടെയും വീടുകൾ കത്തിപ്പോയി. ട്രംപ് ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ആ ഗാസയിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ട എന്റെ ആളുകളെ അവിടുന്ന് വിട്ടയച്ചില്ലെങ്കിൽ ഗാസ ഞാൻ കത്തിച്ച് നരക തുല്യമാക്കുമെന്നേ പറഞ്ഞുള്ളൂ. അല്ലാഹ്, അമേരിക്ക കത്തിക്കൊണ്ടിരിക്കുകയാ. നമുക്ക് അഹങ്കാരമില്ല. അല്ലാഹുവേ, ഗാസയെ നീ കാക്കണേ അല്ലാ. നിരപരാധികളായ അമേരിക്കയിലെ മക്കളെയും നീ കാക്കണേ അല്ലാ. ഇതെല്ലാം സംഭവിക്കും കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഇതിനു മുമ്പേ പറഞ്ഞു തന്നിരിക്കുകയാ. അമേരിക്കയുടെ പതനം ഞങ്ങൾക്കറിയാം, ഇസ്രായേലിന്റെ പതനം ഞങ്ങൾക്കറിയാം, ഗാസയുടെ പതനവും ഗാസയുടെ ഉയർത്തെഴുന്നേൽപ്പും ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് നിന്റെ TV ചാനലുകളല്ല, നിന്റെ പത്രമാധ്യമങ്ങളല്ല. ഞങ്ങളോട് പറഞ്ഞു തന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിന്റെ പടി പോലും കാണാത്ത മുഹമ്മദ് മുസ്തഫ, കമ്പ്യൂട്ടറിന്റെ യുഗം വരാത്ത, കമ്പ്യൂട്ടറിന്റെ തൊട്ട് കണ്ടിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ. ഇസ്രായേലിന്റെ അവസ്ഥ പഠിപ്പിച്ചിട്ടുണ്ട്, ഗാസയുടെ അവസ്ഥ പഠിപ്പിച്ചിട്ടുണ്ട്, ലോകത്തിന്റെ അവസ്ഥ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥയും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വിശ്വാസികൾക്കറിയാം. ഓരോന്ന് വരുമ്പോഴും വിശ്വാസികൾ അക്ഷമരാവൂല. കാത്തിരിക്കും. നേതാക്കൾ ഇനിയും വരാനുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി നേതാക്കൾ തീരുന്നില്ല, ഇനിയും വരാനുണ്ട് മക്കള്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒന്നുകൂടി വരുന്നുണ്ടടാ. ആ വരവ് ഒരു 1.5 വരവാണ്. അതോടുകൂടി വരാനുണ്ട്. ഔലിയാക്കളുടെ നേതാവ്, മഹാന്മാരുടെ നേതാവ്, എന്റെ ചോരക്കുട്ടിയാണെന്ന് മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ച മഹ്ദി ഇമാം വരാനുണ്ട്. നേതാക്കൾ പലരും പിന്നാലെ വരാനുണ്ട്. ഞങ്ങളെ നിങ്ങൾ അനാഥകളാക്കല്ലേ, ഞങ്ങളെ നിങ്ങൾ യതീമുകളാക്കല്ലേ. അഡ്രസ്സുള്ള കുടുംബ അഡ്രസ്സുള്ള സമുദായത്തിന്റെ മക്കളാ വരട്ടെ. ഈസാ നബി അലൈഹിസ്സലാം വരട്ടെ, മഹ്ദി ഇമാം വരട്ടെ ഇൻഷാ അല്ലാഹ്. ഇസ്ലാമിന്റെ 22 ക്യാരറ്റിന്റെ തിരിച്ചു വരവ് അത് കണ്ടിട്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ തിരിച്ചു പിടിക്കുമെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ ആ വെള്ളമങ്ങ് മാറ്റിവെച്ചേക്ക്. സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടായാലും അല്ലാഹുവേ അവിടെയെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന രോമാഞ്ചചഞ്ചലമായ ഈമാനിന്റെ അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. അതാണടോ മുസ്ലിം, ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് പേര് മുഹമ്മദ് ആയതിന്റെ പേരില്, പേര് അബ്ദുള്ള ആയതിന്റെ പേരില് എല്ലാ മേഖലകളിലും കള്ളനെന്നും ദമ്മാടിയെന്നും ദുഷ്ടനെന്നും തീവ്രവാദിയെന്നും ഭീകരവാദിയെന്നും മുദ്രകുത്തുമ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈമാൻ ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന മാണിക്യക്കല്ലാകുന്ന ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാനിന്റെ അന്തസത്ത എന്തെന്നറിയുമോ? ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ക്ഷമിക്കണേ മക്കളെ, ക്ഷമിക്കണേ. ആക്രമണങ്ങൾ വന്നേക്കാം, നിങ്ങളെ എല്ലാ നിലയിലും പരാജയപ്പെടുത്തിയേക്കാം. ക്ഷമിക്കണേ. ഇതാണ് മക്കളെ ഇസ്ലാം.
അതുകൊണ്ടാണ് ഗാസയിലെ മക്കൾ ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഗാസയിൽ പിടഞ്ഞു വീഴുമ്പോൾ ഈ അല്ലാഹു എവിടെ പോയി? ഗാസയിൽ മക്കൾ മരിച്ചു വീഴുമ്പോൾ ഈ അല്ലാഹു എവിടെ പോയി എന്ന് ചോദിക്കുന്ന തീവ്രവാദം പടച്ചുവിടാൻ വേണ്ടി, മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ശക്തിബിംബമേ, നീ ചോദിച്ച ചോദ്യമില്ലേ? ആ അല്ലാഹു എവിടെ പോയെന്നല്ലേ ചോദിച്ചത്? ആ അല്ലാഹു തന്നെയാണ് ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യതീമാക്കി വളർത്തിയത് ആ റബ്ബ് തന്നെയാടാ. 6ാമത്തെ വയസ്സിൽ ഉമ്മയെയും തിരിച്ചു വിളിച്ചത് ആ റബ്ബ് തന്നെയാടാ. ആ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന്റെ നേതാവാക്കിയതും ആ റബ്ബ് തന്നെയാടാ. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഇറക്കുമേ. വിശപ്പ് വന്നാൽ, പട്ടിണി വന്നാൽ, കടക്കണിയിൽപ്പെട്ടാൽ, മാതാപിതാക്കൾ, കുടുംബക്കാര്, ബന്ധുമിത്രാദികൾ നമ്മളെ ഒറ്റപ്പെടുത്തിയാൽ മുഅ്മിനീങ്ങൾക്കത് സന്തോഷമാ, വിശ്വാസികൾക്ക് അത് ആവേശമാ. കസേര കിട്ടാത്തതിന്റെ പേരില് മുഅ്മിനീങ്ങൾ വിഷമിക്കൂല, മുഅ്മിനീങ്ങൾ അക്ഷമരാകൂല. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന്റെ ജേതാവും നേതാവുമാക്കി അങ്ങകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് അടിച്ചു വീശുന്ന പട്ടുകൂറ്റൻ തിരമാലകൾക്കിടയിലൂടെ കുടുങ്ങി വരുന്ന ആമയ്ക്കും ഞണ്ടിനും വേണ്ടി കാത്തിരുന്ന് കലം കളഞ്ഞ സ്പെയിൻ നിവാസികളെ സംസ്കരിച്ച് ലോകത്തിന്റെ സ്ക്രീനിലെ ജേതാക്കളും നേതാക്കളുമാക്കി മാറ്റിയ ആമിനായുടെ പൊന്നുമോൻ മുഹമ്മദ് മുസ്തഫ, കാട്ടറബികളാകുന്ന കാട്ടാളന്മാരുടെ കാട്ടാത്തരത്തിൽ നിന്ന് കരം പിടിച്ചുയർത്തിയ മുഹമ്മദ് മുസ്തഫ മോഹനെ, നിന്റെ പൊന്നുമകന്റെ കൂടെ ആ മകന്റെ കൂട്ടുകാരനുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ വെച്ച് നിന്റെ മകനെ നീ വാത്സല്യത്തോടെ നോക്കരുതെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. എടോ അയൽവാസി ആരാകട്ടെ, അയ്യപ്പനാകട്ടെ, ആരാകട്ടെ, ജോണാകട്ടെ, ബ്രിട്ടാസ് ആകട്ടെ, അബ്ദുള്ളയാകട്ടെ, നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുതെന്ന് നമ്മളെ പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധം നടക്കുന്ന സമയത്ത് പോലും കൊച്ചുകുട്ടികളോട് അരുതായ്മ കാണിക്കരുതെന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് മുസ്തഫ. സ്ത്രീകൾക്കെതിരെ അതിക്രമം അഴിച്ചുവിടരുതെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ. 10 മാസത്തോളം തന്റെ ഉദരത്തിലിട്ട് വളർത്തിയ ഉമ്മയുടെ മുഖത്ത് നോക്കി ഛേ എന്ന് പോലും പറയരുതെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണടാ. ആ മുത്തുനബി തങ്ങളുടെ അനുയായികളാ. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പ്രതികാരമില്ല. താൻ എന്തോ ആണ് എന്ന് ചിന്തിക്കും. തന്നെക്കാൾ കഴിവ് കുറഞ്ഞ ആളുകളെ കുറിച്ച് അത് കഴിവ് കുറഞ്ഞ ആളാണെന്ന് ചിന്തിക്കുന്നത് അദബുകേടാണ്. നല്ലപോലെ ശ്രദ്ധിക്കുക. എനിക്കൊരു കഴിവുണ്ട്, പക്ഷേ എന്റെ കഴിവ് മറ്റൊരാൾക്കില്ല, അദ്ദേഹത്തിന് എന്റെ കഴിവില്ല എന്ന് ഞാൻ ചിന്തിച്ചാൽ അതെന്റെ അദബുകേടാണ്, അതെന്റെ പതനത്തിന്റെ തുടക്കമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റിഫാഇ ശൈഖ് എന്ന് പറയുന്നത് നമുക്കേവർക്കും അറിയാം. റിഫാഇ ശൈഖ് ഈ പദവിയിൽ എത്താനുള്ള കാരണം എന്താ? അവിടുത്തെ ഹൃദയത്തിന്റെ ആ ഒരു നൈർമല്യത, മനസ്സിന്റെ വിശാലത. മനുഷ്യരോട് മാത്രമല്ല, ഒരു പൂച്ചയെ കണ്ടാൽ ഈ പൂച്ചയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു നായയെ കണ്ടാൽ അതിന് ഭക്ഷണം കിട്ടി കാണുമോ? അതിന് വിശപ്പുണ്ടാവോ? ഇങ്ങനൊക്കെ ചിന്തിക്കുന്ന വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു മഹാനായ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അല്ലാഹു തആല ആ പദവി കൊടുത്തത്. ഖാജാ തങ്ങൾക്ക് ഈ പദവി വരാനുള്ള കാരണം എന്താണെന്നറിയുമോ? ഖാജാ തങ്ങളുടെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടതിന് ശേഷം ഖാജാ തങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഉപ്പ വിട്ടുകൊടുത്തൊരു തോട്ടമുണ്ടായിരുന്നു. ഈ തപ്പനയുടെ തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടമുണ്ടായതിന്റെ പേരിലല്ല ഖാജാ തങ്ങൾ വലിയ
ആളായത്. ഖാജാ തങ്ങൾ വലിയ മനുഷ്യനായി മാറിയത് എന്തെന്നറിയുമോ? തോട്ടത്തിലേക്ക് ഒരു പ്രച്ഛന്ന വേഷത്തിൽ ഒരു ഫക്കീർ വന്നുപോയി. ഒരു പ്രച്ഛന്ന വേഷത്തിൽ ഒരു ഫക്കീർ വന്നു. ആ ഫക്കീറിനെ കണ്ടപ്പോൾ ഒരു തോട്ടം മുതലാളി സാധാരണ ചെയ്യേണ്ടത് എന്താ? ആ തോട്ടം അടയ്ക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് വിടുകയോ ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. ഖാജാ തങ്ങൾ ചെയ്തെന്താന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, ആ ഫക്കീറിനെ കണ്ടപാട് ആ തോട്ടത്തിലേക്ക് ആനയിച്ച് സ്വീകരിച്ചിരുത്തിയിട്ട് അവിടത്തേക്ക് ആവശ്യമുള്ള ഈത്തപ്പഴങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഭാണ്ഡക്കെട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് അവിടത്തേക്ക് ഇനി എന്താണ് ഞാൻ തരേണ്ടതെന്ന് ആ ഫക്കീറിനെ ഒന്ന് ആദരിച്ചതിന്റെ പേരില് ആ ഫക്കീറിന്റെ മനസ്സങ്ങ് സന്തോഷമായി പോയി. കണ്ണിൽ നിന്നും സന്തോഷം കൊണ്ട് സന്തോഷത്തിന്റെ ബാഷ്പഗണങ്ങൾ പിടിയുമ്പോ ആ ഫക്കീർ ചെയ്തതെന്തെന്നറിയുമോ? അല്ലാഹുവേ, എന്നെ സ്നേഹിക്കുന്ന ഈ കുട്ടി, എന്നെ പ്രേമിക്കുന്ന ഈ കുട്ടി, എനിക്ക് ഭക്ഷണം തരുന്ന ഈ കുട്ടി, എന്നെ പിടിച്ചിരുത്തുന്ന ഈ കുട്ടിയെ നീ ഉയർത്തണേ അല്ലാഹ് എന്നങ്ങ് ദുആ ചെയ്തിട്ട് ഒരൽപ്പം കാരക്കയെടുത്ത് അല്പം ഈത്തപ്പഴമെടുത്ത് വായിലിട്ട് ചവിച്ചരച്ചിട്ട് അതങ്ങെടുത്ത് മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ സഞ്ചരി തങ്ങളുടെ വായിലേക്ക് വെച്ച് കൊടുത്തിട്ട് കഴിക്കുമോനെ എന്നങ്ങ് പറയുമ്പോഴേക്ക് ഖാജാ തങ്ങള് ആ ഫക്കീർ കൊടുത്ത ഈത്തപ്പഴം വായിലിട്ട് ചവച്ചങ്ങ് ഇറക്കിയപ്പോഴേക്ക് ഖാജാ തങ്ങളുടെ നിലയങ്ങ് മാറിപ്പോയി. സ്വഭാവം മാറി, നിലയുടെ അവസ്ഥ മാറി. സുബ്ഹാനല്ലാഹ്, ഉപ്പ ഏൽപ്പിച്ചിട്ട് പോയ ഏക്കർ കണക്കിന് ഈത്തപ്പഴത്തിന്റെ തോട്ടങ്ങൾ മുഴുവനും ഇത് എനിക്ക് വേണ്ട. അല്ലാഹുവേ, കണ്ടോ ആ തോട്ടത്തിലേക്ക് കടന്നു വന്ന ഫക്കീറിന്റെ ഭാഗത്ത് നിന്ന് ഒരു ദുആ കിട്ടിയപ്പോഴേക്ക് ഏക്കർ കണക്കിനുള്ള ഈ ഈത്തപ്പഴത്തിന്റെ തോട്ടങ്ങൾ മുഴുവൻ സുന്നത്ത് ജമാഅത്തിന് വിട്ടുകൊടുത്തു. ദീനീ സ്ഥാപനങ്ങൾ വളരണോ, ഇവിടെ ശരീഅത്ത് വളരണോ, ഇവിടെ ദീൻ നിലനിൽക്കണോ, ഇത് ഇസ്ലാമിനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഖാജാ തങ്ങൾ അത് മുഴുവനും തീരെഴുതി കൊടുത്തിട്ട് ഒരൊറ്റ യാത്രയാണ്, അന്തമില്ലാത്ത യാത്രയാണ്. ആ യാത്രയിൽ പല മഹാന്മാരെ ദർശിച്ചിട്ടുണ്ട്. മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അഅ്ദം തങ്ങളെയും കണ്ടിട്ടുണ്ട്. കുറച്ചു നാളും ജീവിതം അവരുമായി കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് മഹാനായ ഖാജാ തങ്ങൾ പാപ്പായ്ക്ക് മദീനയിലൊന്ന് പോകണോ, മദീനയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ഉംറ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞ് മദീനയുടെ ഓരോരത്ത് റൗദാ ശരീഫിന്റെ പാർശ്വഭാഗത്ത് മഹാനായ ഖാജാ തങ്ങൾ പാപ്പ ക്ഷീണം കൊണ്ടൊന്ന് കിടക്കുകയാ. ആ കിടത്തം ഒരു വല്ലാത്ത ഉറക്കമായിരുന്നു. ആ ഉറക്കിലതാ വരുന്നു മക്കളെ, ലോകത്തിന്റെ നിത്യവസന്തമേ, ആമിന ബീവിയുടെ പൊന്നുമോനെ, ഈ ലോകത്തേക്ക് ഉദയം ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം പാപ്പയെ കാണാൻ ഭാഗ്യമില്ലാതായി പോയ പൊന്നുമോൻ മുഹമ്മദ് മുസ്തഫ ചൊല്ലണേ ഉറക്കെ മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് ചൊല്ലണേ ഉറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉറക്കിലേക്ക് കിനാവായി വരികയാണ്. ആരാണ് ഈ വന്നത്? എന്റെ പ്രിയതമനല്ലേ, എന്റെ ഹബീബല്ലേ, ഞാൻ എത്ര നാൾ കൊണ്ട് കാത്തിരിക്കുന്ന എന്റെ പ്രേമഭാജനം ഉറക്കത്തിന്റെ ശബ്ദത്തിൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ മുഈനുദ്ദീൻ ഇദ്ഹബ് ഇലൽ ഹിന്ദുസ്ഥാൻ. മോനെ, മുഈനെ വിളിക്കുന്നത് ആരാന്നറിയോ? ഉപ്പാപ്പയാ വിളിക്കുന്നത്, ഉപ്പാപ്പയാ വിളിക്കുന്നത്. മോനെ, നീ ഇവിടെ കടക്കാനുള്ളവനല്ല, എഴുന്നേൽക്കണോ, പോകണം ഹിന്ദുസ്ഥാനിലേക്ക്, ഇന്ത്യയിലേക്ക് പോകണം മോനെ. അവിടെ ഇസ്ലാമിന്റെ പ്രവർത്തനം നടക്കുന്നില്ല മോനെ. അവിടെ ഒരുപാട് അക്രമ സംഭവങ്ങൾ അരയടിക്കുന്നുണ്ട് മോനെ. പറയുന്നത് ആരാണെന്നറിയുമോ? ഇന്ത്യയിൽ കാലുകുത്താത്ത മുഹമ്മദുർ റസൂലുള്ളാഹ്, മദീന
മദീനയിൽ കടന്നുകൊണ്ട് ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഇന്ത്യ മുഴുവനും കണ്ടിട്ട് അവിടുത്തെ പേരക്കുട്ടിയെ വിളിച്ചിട്ട് ഉറക്കിൽ പറയുന്നു, യാ മൊയ്നുദ്ദീൻ, പോണം മോനെ, ഹിന്ദുസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഖാജാ തങ്ങള് അവിടുത്തെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി 40 അവിടുത്തെ അനുചരന്മാരുമായിട്ട് യാത്ര തുടങ്ങി. ഒട്ടകത്തിന്റെ പുറത്തല്ല, കുതിരയുടെ പുറത്തല്ല, ടൂറിസ്റ്റ് ബസ് ബുക്ക് ചെയ്തല്ല വന്നത്. സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ആ മഹാനായ ഖാജാ തങ്ങള് ഇറാനിന്റെ പ്രാന്തപ്രദേശത്ത് നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് ചാടിയിട്ട് പാകിസ്ഥാൻ വഴി കാശ്മീർ വഴി ഹിന്ദുസ്ഥാനില് അജ്മീറിന്റെ ഓരത്ത് മഹാനായ ഖാജാ തങ്ങള് വരുമ്പോൾ സ്വീകരിക്കാൻ പോലീസുകാരില്ല, സ്വീകരിക്കാൻ മന്ത്രിമാരില്ല, സ്വീകരിക്കാൻ ഇവിടെ പണ്ഡിതന്മാരില്ല, സ്വീകരിക്കാൻ സയ്യിദന്മാരില്ല, സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ല. സുബ്ഹാനല്ലാഹ്, പറഞ്ഞു വിട്ടത് മിലിറ്ററിയുടെ ക്യാപ്റ്റനാണ്, ലോകത്തിന്റെ നേതാവാണ്. അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ചന്ദ്രനെ ഒന്ന് പിളർത്തി കാണിച്ചു തരുമോ? എന്നാൽ ഇസ്ലാം മതം സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം മുഹമ്മദേ എന്ന് പറയുമ്പോഴേക്ക് ചന്ദ്രനുണ്ടോ വല്ല ലജ്ജയും നാണവും നാണക്കേടുമുണ്ടോ? സുബ്ഹാനല്ലാഹ്, കുൻ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ആ ചന്ദ്രൻ രണ്ടായിട്ടങ്ങ് പിളർന്നില്ലേ? അത് കണ്ടിട്ടല്ലേ നമ്മുടെ നാട്ടുരാജാവ് ഇവിടുന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് ചേരമാ പെരുമാൾ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിളർത്തിയ ചന്ദ്രന്റെ ദർശനം കണ്ടിട്ട് എന്തോ ഒരു സംഭവം ആകാശത്തിന്റെ മേൽ നടക്കുന്നുണ്ട് എന്ന ബോധോദയം വന്നിട്ട് അതിന്റെ ചരിത്ര സത്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നേതാവിനെ കുറിച്ച് പഠിച്ചപ്പോൾ അക്ഷരാഭ്യാസമില്ലാത്ത, സ്കൂളിന്റെ പടികൾ കണ്ടിട്ടില്ലാത്ത, കമ്പ്യൂട്ടർ ലോകത്ത് കാലെടുത്ത് വയ്ക്കാത്ത അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നറിയുമ്പോൾ ചേരമാ പെരുമാളിന് ആ നേതാവിനെ ഒന്ന് കാണണം. ഈ കാണുന്ന 1000-10,000 ഏക്കർ ഇന്ന് നാം കാണുന്ന ഇന്ത്യയുടെ സിംഹഭാഗവും ആ ചേരമാ പെരുമാളിന്റെ പേരിലല്ലായിരുന്നോ? ചേരമാ പെരുമാൾ എന്താ ചെയ്തതെന്നറിയുമോ? അവിടെയുള്ള ചെറിയ ചെറിയ മന്ത്രിമാരെ വിളിച്ചിട്ട് ഈ രാജ്യം മുഴുവനും വീതിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഒരു യാത്ര പോവുകയാണ്, പക്ഷേ അത് ഇസ്ലാമിലേക്ക് തിരിച്ച് പോകുന്നതിനുള്ള യാത്രയാണെന്ന് പറഞ്ഞില്ല, മദീനയിലാക്കാണെന്ന് പറഞ്ഞില്ല, ഞാൻ വരുന്നത് വരെ ഇത് മുഴുവനും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചേരമാ പെരുമാൾ യാത്ര തുടങ്ങുമ്പോൾ അന്ന് പകച്ചെടുത്ത, അന്ന് പതിച്ചെടുത്ത മഹാനവറുകൾ കൊടുത്ത ഭൂമിയാണ് മക്കളെ. ഇന്ന് പള്ളിയുടെ അടിവേരറുക്കാൻ, പള്ളിയുടെ ശിലകൾ പറിച്ചെടുക്കാൻ ആരെല്ലാം ഓടി നടന്നാലും അത് ചേരമാ പെരുമാളിന്റെ പ്രോപ്പർട്ടിയാണ്. അത് മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുത്തതാണ്. സുബ്ഹാനല്ലാഹ്, അതിന്റെ അടിയിലേക്ക് JCB കൊണ്ടുവെക്കുന്നവന്റെ ശരീരം അടുത്ത JCB വെച്ച് അള്ളാഹു പൊക്കുമെന്നല്ലാതെ ഒരു പള്ളിയുടെ തറക്കല്ലുകളോ, ഒരു പള്ളിയുടെ മണൽത്തരികളോ, ഒരു പള്ളിയുടെ അടിയിലോ നിങ്ങളൊന്നും ചെയ്യുകയില്ല. കാരണം ഇതിനൊക്കെ ഇവിടെ എവിഡൻസ് ഉണ്ട്, പ്രമാണമുണ്ട്. അതെല്ലാം മഹാന്മാരുടെ ഔലിയാക്കള് ഇവിടെ നിയന്ത്രിക്കുന്നുണ്ട്. അത് ഏൽപ്പിക്കപ്പെട്ടതുപോലെ മഹാനായ ഖാജാ തങ്ങൾ ഇവിടെ വന്നുകൊണ്ട് ഈ പരിശുദ്ധ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തുമ്പോൾ കിങ്കരന്മാരാകുന്ന ശത്രു സമൂഹം എന്താ ചെയ്തെന്നറിയുമോ? ഈ മഹാനായ ഖാജാ തങ്ങളോ 40 പരിവാരങ്ങളോ അജ്മീറിന്റെ പുഴയോരത്തിരിക്കുമ്പോൾ അനാസാഗർ എന്ന് പറയുന്ന നദീതടത്തിരുന്ന് കൊണ്ട് അവിടെ ഭീകരവാദം സൃഷ്ടിച്ചില്ല, തീവ്രവാദം സൃഷ്ടിച്ചില്ല, പാർട്ടി രൂപീകരിച്ചില്ല, മന്ത്രിക്കെതിരെ പടപൊരുതിയില്ല, രാജാവിനെ പിടിച്ചിറക്കാൻ കച്ച കൂട്ടിയില്ല. അവർ ചെയ്തതെന്തറിയുമോ? ജഗന്നിയന്താവായ അല്ലാഹുവിനെ ഒന്ന്
സുജൂദ് ചെയ്യുകയേ ചെയ്തുള്ളൂ. അനാസാഗർ എന്ന് പറയുന്ന നദിയിൽ നിന്നും അല്പം വെള്ളമെടുത്ത് വുളൂ ചെയ്തതിന്റെ പേരില് ഖജാ തങ്ങളെ പിടിച്ചു കെട്ടാൻ, ഖജാ തങ്ങളെ നശിപ്പിക്കാൻ, ഖജാ തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ രാജാവം പടയൊരുങ്ങി മുന്നോട്ട് വരുമ്പോൾ തിരിച്ച് പകരം ചെയ്യാൻ ഖാജാ തങ്ങളുടെ കയ്യില് ബോംബുകളോ പീരങ്കികളോ വാളുകളോ സ്ഫോടക വസ്തുക്കളോ ഒരു മൊബൈൽ ഫോണോ ഇല്ലാത്ത സമയത്ത് മഹാനായ ഖാജാ തങ്ങള് ഒട്ടും ഭയമില്ലാതെ എല്ലാ ശത്രുക്കളെയും നേരിടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ കൂടെയുള്ള അനുചരന്മാർക്കൊരു പേടി വന്നു. ഖാജാ തങ്ങളെ ഇവര് രാജ്യഭരണമാണ്, രാജാവും മന്ത്രിമാര് കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്, നമ്മെ നശിപ്പിക്കാൻ വരുന്നുണ്ട്. ഖാജാ തങ്ങള് പറഞ്ഞു, ഖാജാ തങ്ങളോട് ഭരണാധികാരി പറഞ്ഞു, അനാസാഗർ എന്ന് പറയുന്ന നദിയിൽ നിന്ന് ഒരിറ്റ് വെള്ളമെങ്ങാനും നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും എടുത്താൽ, മുസ്ലിംകൾ എന്ന നിലയിൽ നിങ്ങൾ ഇവിടുന്ന് ഒരു തുള്ളി വെള്ളമെടുത്താൽ നിങ്ങളെ ഇവിടെ പിടിച്ചു കെട്ടി നിങ്ങളെ ഓരോരുത്തരെയും കശാപ്പ് ചെയ്യാൻ രാജാവിന്റെ ഓർഡർ ഉണ്ടെന്ന് പറയുമ്പോൾ സർവമാരണപ്പണികളും നടത്തി, സർവ സിഹറുകളും ചെയ്തോ. ഏതെല്ലാം മൂർത്തികളെ വിടാൻ പറ്റുമോ സർവമൂർത്തികളെയും വിട്ടോ. സുബ്ഹാനല്ലാഹ്. വെള്ളത്തിന്റെ ഉടമസ്ഥനാരാ? അനാസാഗർ നദിയുടെ ഉടമസ്ഥനാരാ? ആകാശത്തിന്റെ ഉടമസ്ഥനാരാ? ഭൂമിയുടെ ഉടമസ്ഥനാരാ? സുബ്ഹാനല്ലാഹ്. അനുചരന്മാരോട് പറഞ്ഞു, മഹാനായ ഖാജാ തങ്ങൾ പറഞ്ഞു, ഒരു ചെറിയ കിണ്ണിങ്ങെടുക്കൂ, ഒരു കിണ്ടിങ്ങെടുക്കൂ, ചെറിയൊരു പാത്രം ഇങ്ങെടുക്കൂ. ആ പാത്രം എടുത്തിട്ട് അനാസാഗർ നദിയുടെ ഭാഗത്തേക്ക് ചെന്നിട്ട് ഒരല്പം വെള്ളം അതിലേക്ക് മഹാനായ ഖാജാ തങ്ങളെ കോരിയൊഴിക്കുന്നു. അത് കണ്ടു നിന്ന അനാസാഗർ നദിയിലെ ആ വെള്ളത്തിന്റെ ബാക്കി ഭാഗത്തിന് അങ്ങോട്ട് മനസ്സിന് റാഹത്താകുന്നില്ല. ആ വെള്ളമാകുന്ന അല്ലാഹുവിന്റെ സൃഷ്ടിക്ക് എന്തോ ഒരു മനസ്സിന് വേദന, എന്തോ ഒരു വിഷമം. അതങ്ങനെ തന്നെയാണല്ലോ. ആ വെള്ളം മുഴുവനും അതല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലെറിഞ്ഞിട്ടും തീക്ക് എന്തോ ഒരു ടെൻഷൻ വന്നു. ഞാൻ ആരെയാണ് കരിക്കാൻ പോകുന്നത്, ആരെയാണ് നശിപ്പിക്കാൻ പോകുന്നത്? ഖലീലുല്ലാഹി അല്ലേ? അതുപോലെ ഇവിടെ ഹിന്ദുസ്ഥാനിൽ അജ്മീറിൽ വെച്ച് അനാസാഗറിന്റെ തീരങ്ങള്, അവിടുത്തെ ഓളങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറഞ്ഞു. നാം ആരെയാണ് ചതിക്കാൻ പോകുന്നത്? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പ്രത്യേക മെസ്സഞ്ചറായി പറഞ്ഞു വിട്ട ഈ മുഈനുദ്ദീൻ എന്ന ശൈഖിനെ നാമും കൂടി ചേർന്ന് നിന്ന് ചതിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിച്ചുകൊണ്ട് അനാസാഗറിലെ എത്രയോ മില്യൺ ബില്യൺ കണക്കിന് ടൺ കണക്കിന് ലിറ്റർ കണക്കിന് വെള്ളം ആ ചെറിയ ഒരു കൊപ്പയിലേക്ക് കയറുകയാ. അനാസാഗർ വറ്റി വരളുകയാ. ഒരൊറ്റ വെള്ളക്കിള്ളിയിലേക്ക് ഈ ജലം മുഴുവനും കയറിയപ്പോഴേക്ക് അത്ഭുതം കൊണ്ട് രാജാവ് ഭയന്ന് വിറച്ചുപോയി. ഇത് സാധാരണ മനുഷ്യനല്ല. അതങ്ങനെ തന്നെയാണല്ലോ. മഹാന്മാരായ അമ്പിയാക്കള്, പ്രവാചകന്മാര്, നബിമാര്, അവർക്ക് അല്ലാഹു തആല മുഇസ്സത്ത് കൊടുത്തെങ്കിൽ അതുപോലെ തന്നെയാണ് ഔലിയാക്കൾക്ക് കറാമത്ത് കൊടുക്കുക.